പ്രൈസ് സ്തോത്രം. ഒരു ഞായറാഴ്ച കൂടി സഭായോധന അയപ്പാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്ന എല്ലാ ദൈവമക്കൾക്കും ദേവദാസും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ധാരാളമായി നമ്മളെ സഹായിക്കും, അനുഗ്രഹിച്ച് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഈ ജനുവരി മാസം 19-ാം തീയതി ദൈവസ്ഥലങ്ങളിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് നമ്മൾ കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. കർത്താവിൻ്റെ എല്ലാ നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വരാൻ വേണ്ടി ഇരുന്നതല്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സഭയിൽ കടന്നു പോകാൻ വേണ്ടി അവിടെ പോവുകയും ചെയ്തു. എന്നാൽ അവരൊക്കെ ചെറിയൊരു കൂട്ടായ്മ ആയതുകൊണ്ട് അവർ പാസ്റ്ററൊക്കെ കുമ്മനാട് കൺവെൻഷൻ കടന്നുപോയി. അപ്പോൾ അത് അറിഞ്ഞില്ല, ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് 10:45 ഇവിടെ എത്തിയപ്പോൾ ആൻറ്റി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ആൻറ്റി ഷാരോണിൽ പോവുകയും ചെയ്തു. വിളിക്കാനും പറയാനും പറ്റിയില്ല, മാത്രം വിളിച്ചിട്ടില്ല. അറിയില്ല ആൻറ്റിയപ്പോഴത്തേക്കും ഷാരോണിലെത്തി. എന്നാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വഴി വെച്ച് കർണാടക പാസ്റ്ററിന് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വിശ്വാസി കുടുംബത്തെ അവർ കണ്ട് അവരെനിക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റ് തരുകയും ചെയ്ത് എന്നോട് അങ്ങോട്ട് വരാൻ ക്ഷണിക്കുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് ഓർത്ത് അവിടെ എല്ലാം വലിയ കൂട്ടങ്ങൾ ആൾക്കാർ ഇഷ്ടംപോലെ ഉള്ളത്. ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, ഞാനിവിടെ ഇറങ്ങിയിട്ട് വേറെ ദിവസം ആൻറ്റിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വേഗത്തോടെ വാക്യങ്ങൾ മാത്രം വായിച്ച് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഒന്നും ചിന്തിച്ചിട്ട് അറിയില്ലല്ലോ, അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒന്നും ധ്യാനിച്ചില്ല. വേറെ പുതിയ സഭയിൽ പോകുന്നുണ്ട്, അവിടെ ദൈവാത്മാവ് നൽകിയ ഒരു ആലോചന പറയാൻ വേണ്ടിയായിരുന്നു. എന്നാൽ വരുന്ന വഴിയിലെല്ലാം കർത്താവ് ഓർപ്പിച്ച് ഒന്നുകൊണ്ട് വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വതം നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ബൈബിളിലുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മളെ വിടുവിക്കുന്നുണ്ടല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ വായിച്ച അവിടെ സംഗീതനക്കാർ അവസാന വാക്യം പറയാണ്, ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ, അല്ലെങ്കിൽ സർവ്വശക്തനായ ദൈവം എന്നെ വിചാരിക്കുന്നു, എന്നെ വിചാരിച്ച് എന്നെ സഹായിക്കും വിടുവിക്കും ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. 1 പത്രോസ് 1:10 അവിടെ അപ്പോസ്തലൻ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അത് ജീവൻ വെച്ച ഒരു കൂട്ടമുണ്ട്, ഒരു പ്രവാചക ഗണമുണ്ട് പഴയ നിയമത്തിൽ. 1 പത്രോസ് 1:10 നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവർ ആരാഞ്ഞ് അന്വേഷിച്ചു, ദൈവത്തിനാത്മാവരോട് സംസാരിച്ചു. അപ്പോൾ ഈ നാം അനുഭവിക്കുന്ന ഈ കൃപയെക്കുറിച്ച് അന്നേ പ്രവാചകന്മാർ പറഞ്ഞു. അവർ അന്വേഷിച്ച ഒരു അന്വേഷണമുണ്ട്. അവർ അതിനുവേണ്ടി വില കൊടുത്തു. സ്തോത്രം. വില കൊടുത്തവർ സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു. വളരെ കഷ്ടം. കർത്താവ് തന്നെ പറയുന്നത്, പരീക്ഷന്മാരോട് പറയുന്നത്, നിങ്ങളോട് യഹോവയായ ദൈവം നിങ്ങളോട് അയച്ച അതേ പ്രവാചകന്മാരെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ മക്കളാകും നിങ്ങൾ. അപ്പോൾ അപ്പന്മാർ അവരെ കൊന്നു. നല്ല വചനം പിന്മാറ്റുന്ന, അത് നിങ്ങൾ മടങ്ങി വരുന്ന വചനം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന വചനം പറയുമ്പോഴൊക്കെ എന്ത് ചെയ്തു? പ്രവാചകന്മാരെ അവർ കല്ലെറിഞ്ഞ് കൊന്നൊരനുഭവം. സോ അത് വായിക്കാം. യെരമ്യാവ് 25-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യെരമ്യാവ് 25:3. യെരമ്യാവ് 25-ന്റെ 3-ാം വാക്യം. ആമോസിന്റെ മകനായ യെഹൂദാ രാജാവായ ഉശ്ശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്ക് ഉണ്ടാകുകയും 23 വർഷം യഹോവയുടെ വചനം എനിക്ക് ഉണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ പ്രസ്താവിച്ചു, നിങ്ങൾ കേട്ടില്ല. സ്തോത്രം. അപ്പോൾ പ്രവാചകന്മാർ പറയാണ്, ദൈവത്തിൻ്റെ വചനം ഒരു സഭയിൽ തന്നെ 23 വർഷം, ഒരു സഭയിൽ തന്നെ 5-10 ആൾക്കാരല്ല, അവർ ഇഷ്ടം ധാരാളം പറയാൻ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് പ്രവാചകൻ പറയാണ്, 23 വർഷം ദൈവം എന്നോട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? മടങ്ങി വരണം, ദൈവത്തിന് ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ കർത്താവിനെ നമ്മളെ പ്രവാസിക അയക്കുമെന്ന് പറഞ്ഞു. അത് 23 വർഷം ഞാൻ ചെയ്തു. അത് എളുപ്പത്തിലല്ല. എന്നെ അടിച്ച സംഭവങ്ങളുണ്ട്, അതെന്നെ പൊട്ടക്കൊടിയിലിട്ട സംഭവമുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ദൈവത്തിന് പോലും പ്രാപിച്ച് ഞാൻ ബാറൂക്ക് കൊണ്ട്, എൻ്റെ അസിസ്റ്റൻ്റായ ബാറൂക്ക് കൊണ്ട് എഴുതിച്ചു. അത് രാജാവ് കണ്ടപ്പോൾ അത് തീയിലിട്ട് കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ എഴുതി.
സ്വതന്ത്രം. മടുപ്പ് അത് വന്ന സാഹചര്യങ്ങളെല്ലാം ദൈവാത്മാവ് എന്നെയും അത് നമ്മളെയും ബലപ്പെടുത്തി കൃപയ്ക്കായി സ്വതന്ത്രം ചെയ്യുന്നു. ഞാൻ SK വായിക്കാം, സ്വതന്ത്രം വേണം നിങ്ങൾക്ക് എടുക്കാം. SK പ്രവാചകനോട് അത് 24 അധ്യായത്തിൻ്റെ 16 വാക്യം SK പ്രവാചകനോട് പറയാണ്, അതേ മനുഷ്യപുത്ര, ഞാൻ നിൻ്റെ കണ്ണിൻ്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കരയുകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. അതിന് 3-ാം അധ്യായത്തിൽ നാം പറയാണ്, ദൈവം പറയാണ്, അവനോട് പറയാം, എസെക്കിയലിനോട് പറയുന്നു, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങൾ നീ എൻ്റെ മക്കളോട് പോയി, എൻ്റെ ജനത്തോട് പോയി പ്രസ്താവിക്കണം, അവരത് കേൾക്കുകയില്ല എന്ന് ദൈവം വ്യക്തമായി പറയാണ്. 3 അവർ പക്ഷേ എന്നിട്ട് എന്താണ്, പ്രവാചകനെ അയക്കുകയാണ്. എന്നാൽ പ്രവാചകൻ അത് പറഞ്ഞിട്ട് തനിക്ക് കിട്ടുന്ന ഫലമോ സ്വന്തം ഭാര്യയെ, സ്വതന്ത്രം. ഇവിടെ കണ്ണിൻ്റെ ആനന്ദമായോടെ തന്നെ ഭാര്യയെ ഞാൻ എന്ത് ചെയ്യും, ഒറ്റ അടി കൊണ്ട് അടിക്കും. ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ക്യാൻസറോ 4ാമത്തെ സ്റ്റേജിൽ ക്യാൻസർ ഒറ്റ അടി കൊണ്ട് അടിച്ചാണ് മരിക്കുന്നത്. പക്ഷെ നീ അതിലും മരിക്കുന്ന കുഴപ്പമില്ല, മരിച്ചിട്ട് നീ കരയാൻ പാടില്ലാന്ന്. അതെന്ത് ദൈവമ്മ, ക്രൂരനല്ലേ? എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി. അതാ പത്രോസ് പറയുന്നത്. പത്രോസ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച് അവർ പ്രവചിച്ചത് വലിയ AC മുറിയിൽ ഇരുന്ന് കേട്ടിട്ടല്ല, അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടാണ്. പക്ഷേ അവർ ക്ഷീണിച്ചില്ല. ക്ഷീണിപ്പിക്കുന്ന അനുഭവം അവർക്കുണ്ട്. മോശയെക്കുറിച്ച് കേൾപ്പിച്ചു. മോശ പറയാൻ, നിങ്ങളുടെ നിമിത്തം ഞാൻ എന്ത് ചെയ്യൂ, എനിക്ക് സ്വർഗ്ഗരാജ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടില്ല എങ്കിലും എനിക്ക് കാണാൻ കണ്ടില്ല. എനിക്ക് വളരെ ആഗ്രഹമാണ്, കർത്താവെ ഒരു നിമിഷം ഒന്ന് കാണിക്കാൻ വേണ്ടി കെഞ്ചിച്ചും കെഞ്ചിച്ച് യാചിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, ഇനി ആ വിഷയമേ മിണ്ടണ്ട. ഒരാളെ കുറിച്ച് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് യെശയ്യാവിനല്ല വായിക്കാനില്ല, അന്നത്തെ ചരിത്രം ബൈബിളിൽ എഴുതിയില്ല. യെശയ്യാവ് പ്രവാചകനെ കുറിച്ച് 66 പുസ്തകം എഴുതിയ മനുഷ്യനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച്, കഷ്ടങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ചെറുപ്രായം 66 പുസ്തകം ബൈബിളിലെ 66 പുസ്തകത്തിനോട് തുല്യമായി പറയുന്ന ചരിത്രകാരന്മാർ. പക്ഷേ ഈ ദൈവ മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ഈ പ്രവാചകനെ കുറിച്ച് ചരിത്രം പറയുന്നത് തൻ്റെ മക്കൾ, അത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മക്കൾ പ്രവാചകന്മാരായി തീർന്നു. പക്ഷെ തന്നെ അവസാനം അതേ രാജാവ് പിടിച്ച് ശിരച്ഛേദന അല്ലെങ്കിൽ എന്നാൽ തല വെട്ടിക്കളയായിരുന്നു. 66 പുസ്തകം സ്തോത്രം കണ്ടു. അത് താൻ എഴുതി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ മഹാവെളിപ്പാട് തൻ്റെ 6-ാം അധ്യായത്തിൽ താൻ കണ്ടു. ഞാൻ സ്വർഗ്ഗസിംഹാസനം താൻ കണ്ടു. ഇതൊക്കെ അനുഭവം ഉണ്ടായിട്ടും ഇതെല്ലാം ചെയ്ത് എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കൃപ, നാം അനുഭവിക്കാൻ പോകുന്ന ഈ കൃപ, നാം ഇന്ന് അനുഭവിക്കുന്ന ഈ കൃപയെക്കുറിച്ച് അവർ പ്രവചിച്ചു. പക്ഷേ പ്രവചനത്തിന് വേണ്ടി എത്തിയുള്ളൂ കഴുത്ത് കൊടുക്കേണ്ടി വന്നു, ജീവൻ കൊടുക്കേണ്ടി വന്നു. സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടവർ, അത് സ്വന്തം ജീവിത കഷ്ടം അനുഭവം ഒക്കെ അനുഭവിച്ചിട്ടും അവരെന്ത് ചെയ്ത് അത് നിരസിച്ചില്ല. കാരണം എന്താണ്? അത് ദൈവിക വെളിപ്പാടായതുകൊണ്ട്. അത് വരുവാൻ പോകുന്ന ആർക്ക് വേണ്ടിയൊക്കെ അവർക്കറിയില്ല. ലോകത്തിലെ രാകേഷ് കേൾക്കും, അല്ലെങ്കിൽ സഹോദരി കേൾക്കും, അമ്മമ്മ കേൾക്കും, അല്ലെങ്കിൽ ഓരോരുത്തരും കേൾക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവർ അതിനുവേണ്ടി വില കൊടുത്തോളം ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അതേ എബ്രായ ലേഖനം എഴുതാൻ കാരണം തന്നെ കഷ്ടതയുടെ നടുവിൽ അവർ കാത്തിരുന്നു. പക്ഷെ കാത്തിരുന്ന് യേശു വന്നില്ല. അവർ കഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ ജനം പിന്മാറി പോകാൻ തുടങ്ങി. അപ്പോഴാണ് എബ്രായ ലേഖനം പൗലോസ് എഴുതുന്നത്, അതിനു വേണ്ടി നിങ്ങൾ ക്ഷീണിച്ച് പോകരുത്. അതിൽ കാണുന്നതാണ്, നിങ്ങൾ ഈ വിശ്വാസനത്തെ പരിശോധന, അതിൽ ഉറച്ചു നിന്നാൽ നമുക്കൊരു നിത്യതയുണ്ട്, നമുക്ക് അവിടെ പ്രതിഫലമുണ്ട്. ഇവിടെ ഇല്ലെങ്കിലും കാരണം എന്താണ്? യേശു താൻ തന്നെ കഷ്ടം അനുഭവിച്ച് നമുക്ക് വേണ്ടി മാതൃക കാണിച്ചു എന്ന് പത്രോസ് തന്നെ ലേഖനം പറയുന്നു. യേശു കഷ്ടം അനുഭവിച്ച് മാതൃക കാണിച്ചു തന്നു. അത് വേറെ ആരും കാണിച്ചിട്ടില്ല. വേറെ ദേവന്മാരോ വേറെ ദേവിമാരോ വേറെ പ്രസ്ഥാനങ്ങളോ കാണിച്ചില്ല. യേശു മാത്രം കാണിച്ചു തന്നു. എന്നിട്ട് പറയാണ്, ലോകാവസാനത്തും എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ കൂടെയുള്ള ആ കർത്താവ് നമ്മൾ ധൈര്യപ്പെടുത്തിയും ബലപ്പെടുത്തുകയും ചെയ്തിട്ട് അതേ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് ഒരിക്കലും അയ്യോ ഞാൻ മാത്രമുള്ളല്ല, എനിക്ക് വേണ്ടി മുമ്പേ ജീവിച്ച സകല പ്രവാചകന്മാരും എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ഇപ്പോഴുള്ളതോ നമ്മളെ ആക്കി വെച്ച ദൈവദാസും കുടുംബവും അവർ ദൈവം ആക്കിയ ശുശ്രൂഷയും അവരും കഷ്ടം അനുഭവിക്കുന്നു. മാത്രമല്ല നമുക്ക് വേണ്ടി ലോകമെമ്പാടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവമക്കൾ ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നാം ഒറ്റയ്ക്കല്ല ഇതൊന്നും അനുഭവിക്കുന്നത്. നമുക്ക് മുൻപേ ഒരു വലിയൊരു കൂട്ടം അനുഭവിച്ചു കഴിഞ്ഞു. വലിയൊരു ജനസമൂഹം ഉണ്ട്. സ്തോത്രം. അവരെ വിശ്വാസം ഉറപ്പിച്ച അതേ ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്ഷണിച്ചു പോകാതെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.